ഫാദർ അലോഷി റബേക്കയുടെ കല്ലറയിൽ നിന്നും വെള്ളിക്കുരിശെടുത്ത് മാറ്റിയതും ചൂളം വിളിച്ചുകൊണ്ട് ആ കൊച്ചു വീട്ടിലേക്ക് കാറ്റടിച്ചു കയറി. വീടിന്റെ പഴയ ഭിത്തിയിൽ ചെറിയ വിള്ളലുകളുണ്ടായി. കല്ലറയ്ക്ക് മുന്നിൽ ഡാനിയെ എല്ലാവരും ചേർന്ന് താങ്ങിയിരുത്തിയിരിക്കുകയാണ്. അയാളുടെ ചുണ്ടുകൾ ആ കറുത്ത കല്ലറയിൽ അമർന്നു. അതോടെ വീശിയടിച്ച കാറ്റ് എങ്ങോ പോയി മറഞ്ഞു. കാലം ഡാനിയിൽ എന്തിനോ വേണ്ടി തളരാതെ അവശേഷിപ്പിച്ച ആ മുഖവും വലതു കൈയും കാത്തിരിപ്പിനൊടുവിൽ ഒത്തുചേർന്ന ആ നിമിഷത്തിൽ പതിയെ ചലിക്കാൻ തുടങ്ങി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ ഡാനിയുടെ നരച്ച താടിയിൽ ഒളിച്ചു. അയാൾ വിതുമ്പി. വലതു കൈയിലെ വിറയാർന്ന വിരലുകൾ കല്ലറയിൽ മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു. അയാൾ കല്ലറയിൽ മുഖം ചേർത്ത് കിടന്ന് കണ്ണടച്ചു. ഫാദർ അലോഷി ചുറ്റും നോക്കി. രംഗം ശാന്തമായിരിക്കുന്നു. ഡാനിയെ എഴുന്നേൽപ്പിച്ചുകൊള്ളൂ. അവളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഡാനിയെ താങ്ങിയെടുത്തു. ഡാനി ബോധരഹിതനായിരിക്കുന്നു. അലോഷി ഡാനിയുടെ നാഡിയിൽ കൈവച്ചു നോക്കി. ആ ജീവൻ ശരീരം വിട്ടു പോയിരിക്കുന്നു, തന്റെ പ്രണയിനിയുടെ ലോകത്തേക്ക്. ആ നനഞ്ഞ കണ്ണുകൾ തനിയെ അടഞ്ഞിരുന്നു. ഓ ജീസസ്! ഡാനിയുടെ ജീവനറ്റ മൃതദേഹവുമായി ആംബുലൻസ് ശരണാലയത്തിലേക്ക് പോകുമ്പോൾ കൂടെ പോകാൻ അലോഷി ദേവൻ അനുമതി നൽകി. ഫാദർ അലോഷിയുടെ കൂടെ വന്നയാളും ആംബുലൻസിൽ കയറി. കല്ലറകൾക്കരികിൽ ഫാദർ അലോഷിയും സ്റ്റീഫനും മാത്രം. രാത്രിയുടെ ഇരുട്ടിൽ ഭയപ്പെടുത്തുന്ന ഒന്നും ആ കല്ലറകൾക്കരികിൽ ഉണ്ടായിരുന്നില്ല. പേമാരി പെയ്തു തോർന്ന പോലെ ശാന്തമാണ് രംഗം. നത്തും രാപ്പാടിയും ഇടയ്ക്ക് കരയുന്നുണ്ട് എന്നതൊഴിച്ചാൽ വല്ലാത്ത നിശബ്ദത. സ്റ്റീഫ, നീ പുറത്തേക്ക് പോയിക്കൊള്ളൂ. പുറത്തുനിന്നും വാതിലടയ്ക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം തുറന്നാൽ മതി. സ്റ്റീഫൻ പുറത്തേക്കിറങ്ങി വാതിലടച്ചു. അകത്ത് റബേക്കയുടെ കല്ലറയ്ക്ക് മുകളിൽ അലോഷി അവളുടെ പ്രിയപ്പെട്ട ഡയറി എടുത്തു വെച്ചു. റബേക്ക, മൈ ഫേവറേറ്റ് ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം. റബേക്ക എലിസബത്ത് ഫെർണാണ്ടസ്, പ്ലീസ് കം ഹിയർ. വരൂ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. വരൂ. ആ കല്ലറയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തേങ്ങലാണ് ആദ്യം കേട്ടത്. തേങ്ങലിന്റെ ശബ്ദം കൂടിക്കൂടി വരികയാണ്. പുറത്തു നിന്ന് സ്റ്റീഫൻ അടഞ്ഞുകിടന്ന വാതിലിൽ ചേർന്ന് നിന്ന് കൊന്തയിൽ കൈയമർത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. റബേക്കയുടെ ആത്മാവിന്റെ നിശ്വാസമേറ്റ് കല്ലറയ്ക്ക് മുകളിൽ ചിതറിക്കിടന്ന കരിഞ്ഞ പനിനീർപ്പൂതളങ്ങൾ ഇളകി. ഞാൻ റബേക്ക. അദൃശ്യയായിക്കൊണ്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദം കേട്ട് പുറത്തു വന്ന സ്റ്റീഫൻ നടുങ്ങി. നിനക്കു വേണ്ടിയാണ് ഞാൻ ഡാനിയെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി എന്നോട് സംസാരിക്കാൻ നീ തയ്യാറാണോ കുഞ്ഞേ? സമ്മതം, സമ്മതം. കുഞ്ഞേ, എനിക്ക് നിന്റെ കഥയറിയാം. നിന്നെ ദ്രോഹിച്ചവരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി നീ സമാധാനത്തിൽ വിശ്രമിക്കണം. അതാണ് കർത്താവിന്റെ നിയമം. കല്ലറയ്ക്കുള്ളിൽ നിന്നും അലഞ്ഞു നടക്കുന്നത് കർത്താവിന്റെ നിയമങ്ങൾക്കെതിരാണ് കുഞ്ഞേ. ദേവനെ ഇനി നീ പിന്തുടരരുത്. ദേവൻ എന്നെ സഹോദരിയായാണ് കണ്ടത്. അയാളൊരു നല്ല മനുഷ്യനാണ്. എന്നെ ആ പൊടി പിടിച്ച വായനാമുറിയിൽ നിന്നും മോചിപ്പിച്ചത് അയാളാണ്. അയാളുടെ നല്ല മനസ്സിൽ കൗതുകം തോന്നിയാണ് ഞാൻ പിന്തുടർന്നത്. അതിന് പാടില്ല കുഞ്ഞെ. നമ്മളെ സഹായിച്ചവർക്ക് നാം ഒരു ശല്യമാകരുത്. എനിക്ക് മനസ്സിലായി ഫാദർ. ഫാദറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഡാനിയെ, എൻ്റെ മാത്രം ഡാനിയെ ഈ കല്ലറയ്ക്ക് മുന്നിൽ എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കുഞ്ഞെ, നീ വളരെ ശാന്തയായാണ് സംസാരിക്കുന്നത്. ഈ ശാന്തത കൈവിടരുത്. എനിക്ക് നിന്നെ ബന്ധിക്കാൻ കഴിയും, പക്ഷേ ഞാനത് ചെയ്യില്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ കല്ലറയിൽ നിത്യവിശ്രമം കൊള്ളണം. അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം. നാളെ ഒരു ദിവസം കൂടി എനിക്കങ്ങ് തരണം. ഫാദർ അലോഷി തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം രാത്രി 11:45 കഴിഞ്ഞിരിക്കുന്നു. സമ്മതം. നാളെ രാത്രി 12 മണിയാകുമ്പോൾ നീ എന്നേക്കുമായി നിത്യവിശ്രമം കൊള്ളണം. നിനക്കതിന് കഴിയുമോ? സമ്മതം.
എങ്കിൽ നാളെ രാത്രി ഞാൻ വീണ്ടും വരും. നിന്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്. എന്നെ വിശ്വസിക്കാം. എങ്കിൽ ഞാൻ വിടവാങ്ങുകയാണ്. റബേക്കയുടെ കല്ലറയ്ക്ക് മുകളിലെ ഡയറി എടുത്ത് ഫാദർ അലോഷി തന്റെ തോൾ സഞ്ചിയിൽ വെച്ചു. ഫാദർ അലോഷി ഒരു നിമിഷം ആ കല്ലറക്കരികിൽ ചെവിയോർത്തു. ഇല്ല, അവൾ കല്ലറ വിട്ട് എങ്ങോ പോയിരിക്കുന്നു. ഫാദർ എഴുന്നേറ്റു. തൊട്ടരികിലുള്ള ആന്ത്രിയോസ് യോഹന്നാന്റെ കല്ലറയ്ക്ക് മുകളിൽ ഇപ്പോഴും ആ വെള്ളിക്കുരിശുണ്ട്. സ്റ്റീഫ, വാതിൽ തുറന്നുകൊള്ളുക. സ്റ്റീഫൻ വാതിൽ തുറന്നു. അയാളുടെ മുഖത്ത് നിറയെ വിയർപ്പ് നിറഞ്ഞിരുന്നു. സ്റ്റീഫ, അവൾ ഒരു ദിവസം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. നാളെ രാത്രിയോടെ എല്ലാറ്റിനും പരിസമാപ്തിയാകും. നാളെ രാത്രി വരെ നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കഴിയേണ്ടി വരും. ഈ എസ്റ്റേറ്റിൽ നിന്നും 2 കിലോമീറ്റർ കഴിഞ്ഞ് താമസിക്കാൻ ഇടമുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. ഫാദർ അലോഷിയും സ്റ്റീഫനും എസ്റ്റേറ്റിൽ നിന്നും താമസ സ്ഥലം നോക്കിപ്പോയി. ശരണാലയത്തിലെ ഫാദർ തോമസിനോട് എന്താണ് പറയേണ്ടതെന്ന് ദേവൻ അറിയില്ലായിരുന്നു. അവിടെ എത്തിയ ഡോക്ടർ ഡാനിയുടെ ഭൗതിക ശരീരം പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചു. ദേവൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ നേരം പുലർന്നിരുന്നു. ഉറങ്ങാതെ കാത്തിരുന്ന മീനാക്ഷിയും സുഭദ്രയും അവന്റെ അരികിൽ വന്നു. എല്ലാം കഴിഞ്ഞോ? എന്റെ ഭാഗം കഴിഞ്ഞു. ഇനി അവർ നോക്കിക്കൊള്ളും. ഭാഗ്യം. അതിനിടയിൽ ദേവന് സ്റ്റീഫന്റെ കോൾ വന്നു. ദേവൻ കോളെടുത്തു. മറുതലയ്ക്കൽ ഫാദർ അലോഷി. ദേവാ, നാളെ രാത്രിയോടെ അവൾ എന്നേക്കുമായി വിശ്രമിക്കും. അങ്ങനെ ആവട്ടെ ഫാദർ. ഞാനിനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല. ഡാനിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രമാത്രം മതി. പിറ്റേന്ന് നേരം പുലർന്നു. തന്റെ നെഞ്ചിൽ കാട്ടുവള്ളി പോലെ ചുറ്റിക്കിടന്ന മീനാക്ഷിയെ ദേവൻ ചുംബിച്ചുണർത്തി. അവൾ കുളിക്കാനായി പോയപ്പോൾ ദേവന്റെ ഫോണിലേക്ക് ആ കഴുകന്റെ കോൾ വന്നു. ജോർജീപ്പന്റെ. എടാ ദേവാ, ഞാൻ കൊച്ചിയിലെത്തിക്കഴിഞ്ഞു. നിന്റെ ജീവനും ജീവിത ബന്ധങ്ങളുടെ വേരുകളും ഞാൻ അറുത്തെറിയും. ഉടനെ തന്നെ. തൊട്ടു മുൻപിൽ മരണം വന്നു നിൽക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ഭയം അതെനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അതും പറഞ്ഞ് അയാൾ ഉറക്കെ ചിരിച്ചു. കോൾ കട്ടായി. അന്ന് രാത്രി വീട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു ഓഡിറ്റോറിയത്തിൽ മീനാക്ഷിയുടെ കൂട്ടുകാരിയുടെ വിവാഹത്തിന്റെ തലേദിവസത്തെ ആഘോഷമുണ്ടായിരുന്നു. പ്രസന്റേഷൻ വാങ്ങാൻ പുറത്തിറങ്ങുമ്പോൾ ദേവൻ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് മരണം തന്റെ ജീവൻ കവർന്നെടുക്കാൻ പതിയിരിക്കുന്നതെന്ന് ദേവൻ അറിയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലാത്തതുകൊണ്ട് അന്ന് രാത്രി ദേവനും മീനാക്ഷിയും നടന്നാണ് ഓഡിറ്റോറിയത്തിൽ പോയത്. ദേവൻ ചുറ്റും നോക്കുന്നുണ്ട്. എന്താ ദേവട്ടാ നോക്കണേ? ഒന്നുമില്ല. ഓഡിറ്റോറിയത്തിൽ അവർ ചെന്നുകയറി. മീനാക്ഷി വിവാഹ സമ്മാനം കൂട്ടുകാരിക്ക് കൈമാറി. അവിടെ പുതിയ സിനിമാ ഗാനങ്ങൾ മ്യൂസിക് പ്ലെയറിൽ ഉയരുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് ദേവനും മീനാക്ഷിയും അവിടെ ഒന്നും തിരിക്കുമ്പോൾ നേരം വൈകിയിരുന്നു. മീനാക്ഷി വേഗം നടക്ക്, സമയം കുറയായി. കൂട്ടുകാരിയെ കണ്ടാ പിന്നെ വേറെ ഒരു ചിന്തയുമില്ലല്ലേ? ഇവിടെ അടുത്തല്ലേ വീട്? അതുകൊണ്ട് വീട്ടിലവര് തനിച്ചല്ലേ? എന്തിനാ ചൂടാവണേ? ചൂടായതല്ല, വേഗം നടക്ക്. അതിനിടയ്ക്ക് ദേവന്റെ ഫോണിലേക്ക് അമീൻ മുഹമ്മദ് വിളിച്ചു. എന്താ സാറേ ഈ നേരത്ത്? ദേവൻ കാര്യം അറിഞ്ഞില്ലേ? എന്ത് കാര്യമാണ് സാർ? പറയാം. ദേവൻ ആദ്യം ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്ക്. അമീന്റെ കോൾ കട്ടായി. ദേവൻ തന്റെ ഫോണിലേക്ക് വന്ന അമീൻ മുഹമ്മദിന്റെ വാട്സപ്പ് വീഡിയോ ഓപ്പൺ ചെയ്തു. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും മലയാളിയുമായ ജോർജീപ്പൻ കൊല്ലപ്പെട്ടു. കൊച്ചിയിലെ സ്വകാര്യ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു അന്ത്യം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നു. അല്പസമയം മുൻപാണ് പ്രമുഖ വ്യവസായിയും മലയാളിയുമായ ജോർജീപ്പൻ കൊല്ലപ്പെടുന്നത്. അസാധാരണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നായ്ക്കളുടെ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം വിദേശത്തു നിന്നും കൊച്ചിയിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന കൊച്ചിയിലെ സ്വകാര്യ ഫ്ളാറ്റിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എങ്ങനെയാണ് നായ്ക്കൾ എത്തിയതെന്ന് വ്യക്തമല്ല. CCTV ക്യാമറകളിൽ നായ്ക്കളുടെ രൂപം കാണാത്തത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. നായ്ക്കളുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ ആളുകൾ കണ്ടത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ജോർജീപ്പനെയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് അതീവ ദുഃഖകരമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും അനുശോചിച്ചു. ദേവൻ ആദ്യമായി ഒരാളുടെ മരണത്തിൽ സന്തോഷിച്ചു. തന്റെ കുടുംബത്തെക്കുറിച്ച് ജോർജീപ്പൻ പറഞ്ഞ വാക്കുകളായിരുന്നു ദേവന്റെ മനസ്സിൽ നിറയെ.
അയാൾ മരിച്ചോ? മരിച്ചു. എങ്ങനെ? അത് അയാൾക്ക് മാത്രമേ അറിയൂ. അമീൻ മുഹമ്മദ് ദേവനെ വീണ്ടും വിളിച്ചു. ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കുന്നില്ല, എങ്കിലും ജോർജീപ്പൻ എന്ന കറുത്ത അധ്യായം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ദേവന്റെ പ്ലാൻ? നാട്ടിൽ നിൽക്കുന്നോ അതോ ഇവിടെ എന്റെ കമ്പനിയിൽ ജോലി നോക്കുന്നോ? രണ്ടായാലും ദേവന് തീരുമാനിക്കാം. ആൻഡോയെ രക്ഷിച്ചതിന്റെ ബാധ്യതയായ 20 ലക്ഷത്തിന്റെ കണക്ക് ഞാൻ മറന്നിട്ടില്ല. ഞാൻ ഉടനെ സാറിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറാം. ഓരോ മാസവും എന്നാൽ കഴിയുന്ന പണം ഞാൻ സാറിന് നൽകാം. ദേവാ, പടച്ചോനാണ് എല്ലാം നിശ്ചയിക്കുന്നത്. 40 വർഷം മുമ്പ് ഈ അമീൻ മുഹമ്മദ് ഒരു വലിയ പൂജ്യമായിരുന്നു. അവിടെ നിന്നും ഇവിടെ വരെ എന്നെ എത്തിച്ചത് പടച്ചോനാണെങ്കിൽ ഈ പണം ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡോയെ രക്ഷിക്കേണ്ടത് പടച്ചോന്റെ തീരുമാനമായിരുന്നു. നീയും ഞാനുമെല്ലാം ഓരോ കാരണങ്ങൾ മാത്രം. നിനക്കെന്റെ കമ്പനിയിലേക്ക് വരാം എന്ന് വേണമെങ്കിലും. അത് 20 ലക്ഷത്തിന്റെ കടം വീട്ടാനല്ല, നിനക്കും നിന്നെ സ്നേഹിക്കുന്നവർക്കുമായിട്ട് ഒരു ജീവിതം തുടങ്ങാൻ. അതിനുവേണ്ടി മാത്രം. ആ കോൾ അവസാനിക്കുമ്പോൾ ദേവനും മീനാക്ഷിയും വീടിനടുത്തെത്തിയിരുന്നു. വാതിലടച്ചു കിടന്ന അവർ വേഗം തന്നെ ഉറങ്ങി. ഉറക്കത്തിനിടയിൽ എപ്പോഴോ തെല്ലകലെ വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്നും ഒരു ഗാനം പതിയെ അവരുടെ ചെവികളിൽ വന്നെത്തി. ചുരാലിയാ ഹേ തുംനെ ജോ ദിൽ കോ. അവളുടെ അവസാന യാത്രാമൊഴിയായിരുന്നു അത്. അരൂപിയായ റബേക്കയുടെ ആത്മാവിന്റെ യാത്രാമൊഴി. ദേവൻ സമയം നോക്കി. കൃത്യം 12 മണി. ഫാദർ അലോഷി പ്രാർത്ഥനയോടെ തന്റെ കയ്യിലെ വെള്ളിക്കുരിശ് റബേക്കയുടെ കല്ലറയ്ക്ക് മേൽ ചേർത്ത് വെച്ചു. പ്രിയപ്പെട്ട റബേക്ക, കർത്താവിന്റെ നാമത്തിൽ നീ സമാധാനത്തിൽ വിശ്രമിച്ചാലും നിത്യമായ നിദ്രയിൽ ശാന്തമായിരുന്നാലും. അങ്ങ് ദൂരെ മീനാക്ഷിയുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പുതിയ പ്രതീക്ഷകൾ ചിന്തിച്ചു കിടന്ന ദേവനെ നോക്കി ദൂരെ ആകാശത്ത് ഒരു നക്ഷത്രം കൺചിമ്മിയത് അവരറിഞ്ഞില്ല.